ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു എക്സാം ഡേറ്റൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ എക്സാം, അതുപോലെ തന്നെ സിവിൽ എക്സൈസിൻ്റെ എക്സാം ഈ മാസം 17-ാം തീയതി നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കുമാണ് എല്ലാ എക്സാംസും ഓടി വരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുമുണ്ട്. ഇനി ഉടനെ തന്നെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനുമുണ്ട്. നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളത് ഏത് എക്സാമാണോ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം ഏതാണോ, ആ എക്സാമിൻ്റെ ഡേറ്റ് വരാനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. വേഗം തന്നെ പോയിട്ട് അതിൻ്റെ സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പഠനം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ആ എക്സാം അടുത്തെത്തിയ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാണ്ട് പോർഷൻസ് കവർ ചെയ്യാനും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ വേഗം ചെയ്യുക. ഇപ്പോൾ നിലവിലെ ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു സുവർണ്ണ അവസരം വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എക്സാമാണ്. ഡിഗ്രി ലെവൽ എക്സാമാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിന് താഴെയുള്ള ഒട്ടുമിക്ക എക്സാംസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രിലിംസും മെയിൻസും ഒക്കെ സിലബസ് എടുത്ത് തന്നെ പഠിക്കണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ. ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രിലിമിനറിയുടെ സിലബസൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാംസിനും സിലബസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു സിലബസൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കുന്നത് നല്ലതായിരിക്കും. CPO WCPOയുടെ റേഞ്ചിലുള്ള ഒരു സാലറി സ്കെയിൽ തന്നെയാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നവർക്ക്, ഈ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഈ എക്സാമിന് വേണ്ടി പഠിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കിയിരുന്നു. ഇപ്പോൾ അടുത്ത വർഷം ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി ഇപ്പോൾ നിലവിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ അതിനുള്ളിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പം ഉടനെ തന്നെ പ്രിലിംസും ഉണ്ടാവും, മെയിൻസും ഉണ്ടാവും, റാങ്ക് ലിസ്റ്റൊക്കെ ഉടനെ തന്നെ വരും. അപ്പോൾ പെട്ടെന്ന് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് കാലതാമസമൊന്നുമില്ല. അപ്പോൾ ആ കൂടെ തന്നെ നമ്മൾ ഡിഗ്രി ലെവലിലൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് എക്സാംസും കൂടി നമുക്ക് അതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡിഗ്രി ഉള്ളത് കൊണ്ട് ഡിഗ്രി ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോൾ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറിയുടെ സിലബസാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കുമെന്ന് ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ എക്സാമിനും വേണ്ടി വരുന്ന ഒരു പ്രിലിമിനറിയുടെ സിലബസ് എന്നാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരു 100% ഡെഡിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടി അതിന് വേണ്ടിയുള്ള ഡെഡിക്കേഷനിൽ നമ്മൾ നാളെ ആവട്ടെ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കണം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒട്ടുമിക്ക എക്സാമിന് വേണ്ടിയുള്ള സിലബസിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ്. പക്ഷേ മാർക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാ മേഖലയിൽ നിന്നും കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഈ ഒരു പ്രിലിമിനറിയിലൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ ഒരു എക്സാമിന് ചോദിക്കുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് വരുമ്പോൾ ആനുകാലികമായിട്ട് ഇപ്പം നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പം സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ കണ്ടെത്തി ആ സോഴ്സൊക്കെ കണ്ടെത്തിയിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ക്ലിയർ കട്ടായിട്ട് തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് വരണം. ഈ ഡിഗ്രി ലെവലിലുള്ളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. അപ്പോൾ ഈ അടുത്തൊക്കെ എക്സാംസ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സൊക്കെ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുക. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. നമുക്ക് പിന്നെ എടുത്താൽ പൊങ്ങാത്ത അത്രയും പാടായിരിക്കും അത്. അതുകൊണ്ട് ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഓടിച്ചൊന്ന് റിവിഷൻ ചെയ്യത്തക്ക രീതിയിൽ കറണ്ട് അഫയേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം ഒരുപാട് മാർക്കൊക്കെ അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് പോകാത്തൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. പക്ഷേ അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് അടിക്കാൻ പോലും തൊടാൻ പറ്റാത്തൊരു ഏരിയ കൂടിയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു ഞാൻ എവിടെ നിന്നാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ടെലിഗ്രാമിൽ വൊക്കാബ്സ്പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അവർ ഫ്രീ ആയിട്ട് തന്നെ അവർ പെയ്ഡ് ക്ലാസ്സും ഉണ്ട്. ഫ്രീ ആയിട്ടൊരു ചാനലിൽ നമുക്ക് ആവശ്യം വേണ്ട കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ചാനൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നല്ല ചാനലാണ്. പ്രിൻ്റൊക്കെ നമ്മളുടെ കറണ്ട് അഫയേഴ്സൊക്കെ വളരെ നീറ്റായിട്ടാണ് അവരിടുന്നത്. പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. പ്രിൻ്റൊക്കെ അവർ ഫ്രീ ആയിട്ടാണ് ആ ചാനലിൽ നമുക്ക് വേണ്ടി ഇട്ട് തരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസിലേക്കുള്ള ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. യൂണിഫോം പോസ്റ്റ് അല്ല, എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൻ്റെ ആണ്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിക്കുക.
നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ഒരു നല്ല റാങ്ക് മേടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.